പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൈമ്പ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടുന്ന് കുന്നമല ഉപജില്ലയിൽ നാടകത്തിൽ ഫിഫ്റ്റിൻ്റെ ടീമിന് കഞ്ഞി എന്ന് പറഞ്ഞ നാടകത്തിന് 1ാം സ്ഥാനം ലഭിക്കുകയും അപ്പോൾ അതിൽ ഞങ്ങൾ റവന്യൂ കലോത്സവത്തിലേക്ക് എൻട്രി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാണ് ജില്ലയിലേക്ക്. അപ്പം നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതെ, അപ്പോൾ മിത്രയും ബാബയാമിയും ചേച്ചിക്ക് തിരുവാതിരയുള്ളതുകൊണ്ട് ഓൾ ആദ്യം പോയി. മിത്ര പിന്നെ അവിടേക്ക് എത്തും. ഞാനും നീയ ചേച്ചിയും ബാക്കിയുള്ളവരൊക്കെ ചേച്ചീൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നാടകത്തിൽ വേണ്ട കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ഇനി വണ്ടിയിൽ കയറ്റി കോഴിക്കോട് എത്തിക്കണം. കോഴിക്കോട് സിറ്റിയിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ റവന്യൂ കലോത്സവം നടക്കുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. നമുക്ക് നാടകം സാമൂതിരി സ്കൂളിലാണ് നാടകം ഉള്ളത്. അപ്പോൾ രാവിലെ നാടകം തുടങ്ങിയിട്ടുണ്ട്. 25ഓളം നാടകങ്ങളുണ്ടാവും. അതെ, ഞങ്ങൾക്ക് കിട്ടിയത് 4ാമത്തെ ക്ലസ്റ്ററിലാണ്. അപ്പോൾ എത്ര സമയം എടുക്കുന്നതെന്ന് പറയാമല്ല. ഞങ്ങളിപ്പം വൈകുന്നേരം ഇപ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ 5 മണിക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെ നാടകത്തിൻ്റെ ഇൻചാർജുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ നാടകത്തിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. കേമാ. അപ്പോൾ നമ്മുടെ നാടകത്തിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസ് ഓട്ടോറിക്ഷയിൽ കയറ്റി നമ്മൾ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കൂടുതൽ നമ്മളെ ടീച്ചേഴ്സ് ഉണ്ട് ഒപ്പരം. ടീച്ചേഴ്സ് നാടകത്തിൽ അഭിനയിക്കുന്ന ഫുൾ ആളുകളാണ്. ഇത്രയും ആളുകളാണ്. ഇനിയുണ്ട് കുറച്ച് ആളുകൾ നമ്മളെ ജീപ്പിലുണ്ട്, അവരെ കൂടി കൊണ്ടാണ്. അപ്പോൾ ടീച്ചറോട് നമുക്ക് നാടകത്തിനെ പറ്റി 2 വാക്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാ നമ്മളെ ഇനി അടുത്ത പരിപാടി? ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യാനുള്ളത്? അതെ, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. കാരണം ഒരു സാധാരണ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു നാടകം കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളെല്ലാം നമ്മൾ മറികടന്ന് രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ ഇവരുടെ എല്ലാം നല്ലൊരു കൂട്ടായ്മയിലാണ് നമ്മളുടെ ഒരു യാത്ര. അത് നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഫലം തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ആണ് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മളിപ്പോൾ ഉപജില്ലയിലുള്ളതിനേക്കാളും കൂടുതൽ ടൈറ്റായ മത്സരങ്ങളാണ് ഇപ്പോൾ പിന്നെ റവന്യൂ ജില്ലയിൽ റവന്യൂ കലോത്സവത്തിൽ നടക്കുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടീച്ചർക്ക് അതിൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷനൊന്നുമില്ല. ഞങ്ങളുടെ കുട്ടികളിൽ ഞങ്ങൾക്ക് നല്ല കഴിവുണ്ട്. എത്ര വലിയ കോപ്പുകൾ കൂട്ടിയാലും അഭിനയത്തിനാണല്ലോ പ്രാധാന്യം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ടിൽ നല്ലൊരു പ്രതീക്ഷയോടെയാണ് പോകുന്നത്, കിട്ടും എന്നുള്ള വിശ്വാസത്തോടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പിന്നെ അഭിനേതാക്കളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പറയാം, എന്താ പേര് പറയും? മുഹമ്മദ് ആമിലാണ് ഒന്ന് അഭിനയിക്കുന്നത്. പറ. അബേദ സാർ, കൃഷ്ണ, മഹാദേവ് പി, ആദിദേവൻ പി. ടീച്ചർ ഷിജില മിസ്സാണ്. ഒന്ന് അഷ്മർ. പിന്നെ 2-3 മക്കളോട് ഉണ്ട്, ഒരു ജീപ്പിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന്, അതായത് പൈമ്പ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് സിറ്റിയിൽ വെച്ചിട്ട്, കോഴിക്കോട് സിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് കയറ്റാണ്. ഓരോ സാധനങ്ങളൊക്കെ ബായല് പറയണ്ടേ. അങ്ങനെ നമ്മളൊരു 7 മണിയോട് ചേർന്ന് നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. തളി ക്ഷേത്രത്തിൻ്റെ സമീപമാണ് സാമൂര്യൻ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാമൂര്യൻ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ എൻട്രൻസ് വഴി നല്ല വിശാലമായൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് സ്റ്റേജ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത്
ക്ലസ്റ്റർ 3 രണ്ടാമത്തെ നാടകമാണ് ഇപ്പോൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മളെ സ്കൂളിലെ മാഷുമാരാണ് വന്നത്. ആ മാഷുമാരൊക്കെ നല്ല സഹകരണമായിരുന്നു ഈ പരിപാടിന്, നാടകത്തിന് വേണ്ടിയിട്ട്. അവരെ മാഷുമാർ വന്ന് കുട്ടികൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ നാടകം ഏതാനും സമയത്തുള്ളിൽ സ്റ്റേജിൽ കയറുന്നതാണ്. ഇപ്പോൾ സമയം 11:15 അപ്പോൾ 1 മണിക്കൂർ നാടകം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതൊരു മണിക്കൂറിനുള്ളിൽ അത് അവസാനിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കയറുന്നതാണ് നമ്മുടെ നാടകമാണ്. ഓക്കെ, എല്ലാവരും റെഡി ആയിരുന്നതാണ്. നമ്മുടെ നാടകത്തിന്റെ പേരാണ് കഞ്ഞി. കഞ്ഞി ടീം അടിപൊളിയായിട്ട് അഭിനയിക്കും. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ നിന്ന് കാണാം. ഓക്കെ, അങ്ങനെ രാത്രി 12 മണിയായിട്ടുണ്ട്. നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ കുട്ടികളൊക്കെ അവശ നിലയിലായിട്ടുണ്ട്, ഉറക്കവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും എന്ത് കളിക്കുമെന്ന് പറയാം. ഇതിലാണ് നമ്മളെ ഗിരീഷ് മാഷുള്ളത്. നാടകം പഠിപ്പിച്ച മാഷാണ് ഇതിലുള്ളത്, കുട്ടികളോടൊപ്പം ഉള്ളത്. മാഷ് റവന്യൂ കലോത്സവത്തിൻ്റെ അന്ന് മാഷ് ഞങ്ങളോടൊപ്പം അല്ല. മാഷ് അത്യാവശ്യമായിട്ട് എന്തോ മീറ്റിംഗ് പങ്കെടുക്കേണ്ടത് മാഷ് ഇല്ലായിരുന്നു. എന്നാലും കുട്ടികൾക്ക് അതൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളെ നാടകം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേജിൽ ഇതാപ്പോൾ സമയം 12:45. അപ്പോൾ നാടകം കഴിഞ്ഞ് നാടകത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു വിശേഷം കൂടിയുണ്ട്. നമ്മളെ ചിച്ചുമോളെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ നാടകത്തിലെ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് ചെയ്തിട്ട് പിരിയാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, നാടകത്തിൻ്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിച്ചുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ തന്നെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാ മക്കളും ഉണ്ട്, മക്കളെ പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ നാടകം കഴിഞ്ഞ സന്തോഷത്തിൽ അവർക്കൊക്കെ ഒരു മധുരം കൊടുക്കലും കൂടിയായി ഈ പരിപാടി. അങ്ങനെ ഈ ചിച്ചുവിനെ എല്ലാവർക്കും അറിയാലോ, നമ്മളെ ഈ യൂട്യൂബിൻ്റെ മെയിൻ താരമാണ് ചിച്ചു. അതുപോലെ തന്നെ വ്ളോഗറാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബായ്.